പലതും ജാസ്മിന് വേണ്ടിയിട്ട് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. തകർന്നു പോയി നമ്മളെല്ലാരും. ജിൻഡോ പുള്ളി ജിമ്മ് കാണിച്ച് കരഞ്ഞും പിഴിഞ്ഞൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. സിജോ അതല്ല, നല്ല അത് മോഹൻലാൽ വരെ പറയുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ കളിക്കുന്നതാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകനാണ്. ഇവിടെയുള്ള പോലെ തന്നെയാണ് അകത്തും അല്ല ആണ് ഒറിജിനൽ ക്യാരക്ടറാണ്. ഒറിജിനലാണ് ആണ് ഒരു ഇത് ഇല്ല, മാസ്ക് ഒന്നും ഇല്ല നിന്ന പയ്യനാണ്. പക്ഷെ ഞങ്ങളുടെ കൊച്ചിനെ ഇടിയും കിട്ടി, അവന് വയ്യാതായി. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. ഈ വോട്ട് ഇതില് എന്തെങ്കിലും മറിമായം നടന്ന പോലെ തോന്നുന്നുണ്ടോ? സംശയമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടമാനം സിജോയുടെ പ്ലാനുള്ള ആൾക്കാരാണ്. പക്ഷെ അവൻ പോകുന്നത് എന്താന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി വോട്ട് ചെയ്യാറുണ്ടായിരുന്നു? പിന്നെ ഞാനും എന്റെ 2 മക്കളും ഞങ്ങൾ ദിവസം 3 എണ്ണം അവന് ചെയ്യാറുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, പാഴായിപ്പോയി. ഔട്ടാകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നുവെച്ചാല് ഏറ്റവും കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും ബെറ്റർ സിജോയാണ്. മോഹൻലാലിന് വരെ അത് മനസ്സിലായി. പക്ഷെ ഇതിപ്പോ വോട്ടിന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ ഇലക്ഷൻ വെച്ചാ പോരെ, കളിയുടെ കോമ്പറ്റീഷൻ അല്ല നടക്കുന്നത്. അപ്പൊ പുള്ളിയായിരുന്നു ശരിക്കും ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ പുള്ളി ഫസ്റ്റ് വരേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ആ വണ്ണോള ജിമ്മന്നില്ലേ, പുള്ളിയൊക്കെ പണ്ട് ഔട്ടായതാണ്. ജിൻഡോ പുള്ളി ജിമ്മ് കാണിച്ച് കരഞ്ഞും പിഴിഞ്ഞൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. സിജോ അതല്ല, നല്ല അത് മോഹൻലാൽ വരെ പറയുന്നുണ്ട് പുള്ളി നല്ല ആക്ടറാണ്. ലാസ്റ്റ് ആയപ്പോ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. നടന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. ശരിയായിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആരോ ശ്രീതു ഒക്കെ പോരാ. ഈ സിജോ നല്ല ബെറ്ററാ, ഒരു കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് അത് ഇതിനു മുമ്പ് സീരിയലൊക്കെ അഭിനയിച്ച്, ഒരു ഏഷ്യാനെറ്റിന്റെ സീരിയലിൽ അഭിനയിച്ച് നല്ലൊരു ആക്ടറാണ് പുള്ളി സീരിയലിൽ. അതുകൊണ്ടാണ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്തതായിരിക്കും. സിജോ എന്തായാലും ഇപ്പൊ പോകേണ്ടതല്ല, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു സാഹചര്യം ആയിപ്പോയി. ഇപ്പൊ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഒരു മനസ്സങ്ങ് ഇതായിപ്പോയി, തകർന്നു പോയി നമ്മളെല്ലാരും. സങ്കടമായിപ്പോയി, നമുക്ക് വിഷമിച്ചു പോയി. ഇല്ല, ഒരിക്കലും ഇല്ലായിരുന്നു. എന്തായാലും കപ്പ് കിട്ടിയില്ല, ലാസ്റ്റ് വരുമെന്നുള്ള ഇതുണ്ടായിരുന്നു നമുക്ക്. കപ്പ് അർഹതയുള്ളത് ഇവന് തന്നെയാണ്. പക്ഷെ തിരിമറിയല്ല. അതേപറ്റി നമുക്ക് അതെ അതെ ഒരു കുഴപ്പമില്ലാത്ത അവിടെ നിന്ന് എന്തോരം പ്രശ്നങ്ങൾ വന്ന്, എന്നിട്ടും അവനത് പിടിച്ചു നിന്നല്ല. വേറെ വല്ലവരാണെങ്കിൽ അപ്പൊ തന്നെ കേസും കൊടുത്ത് അവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നേനെ. പക്ഷെ ഇതൊന്നും അങ്ങനെ നിന്നവൻ. സിജോയ്ക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സിജോയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴും അവിടെ അർഹതപ്പെടാത്ത കുറെ പേര് നിൽപ്പുണ്ട്. നമുക്കതേ ഈ സായി നന്ദന അവരുടെ കോംബോ അത് നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് ആയോ മൊത്തത്തിൽ? എനിക്കാണ് അതായിരിക്കും ഇങ്ങനെയൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വോട്ട് പറഞ്ഞു, പക്ഷെ വോട്ട് ഒത്തിരി കേറി വന്നതായിരുന്നു, പിന്നെ അങ്ങ് ഇടിഞ്ഞു പോയി. ചേച്ചി വോട്ട് ചെയ്യാനുണ്ടായിരുന്നു? ഞങ്ങൾ 3 പേര് വോട്ട് ചെയ്യും. എല്ലാ ചെയ്യായിരുന്നു. സിജോയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. തുടങ്ങിയപ്പോ തൊട്ട് തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പരിചയമുള്ളവരെ എല്ലാരെ കൊണ്ടും ഞങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പുറത്തുകാർക്ക് ചിലവർക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ, അവരെ കൊണ്ട് പൊച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. പറ്റാത്ത അവസ്ഥയായിപ്പോയി. ശരിയെങ്കിൽ സിജോ ഔട്ടായത് ഒരുപാട് വിഷമമുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. സിജോ പോകുന്ന ഒരു ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ നമ്മളൊരു വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ സിജോയിലും ഔട്ടാവേണ്ട വ്യക്തികൾ അവിടെ ഉണ്ട്. പക്ഷെ സിജോ ഒരു കാര്യം ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടും സിജോ തിരിച്ച് കേറിയെങ്കിൽ അത് സിജോയുടെ വിജയം തന്നെയാണ്. പക്ഷെ സിജോനെ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ ജനവിധിയല്ലേ, ജനവിധിയാകുമ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നേ ഉള്ളു. പെടാത്തവർ അതിനകത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സിജോനെ പോലെ നല്ലൊരു വ്യക്തിനെ അത് ഇതാക്കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ ആകണ്ടായിരുന്നു ആളായിരുന്നു. പക്ഷെ നമുക്കും ഭയങ്കര ഷോക്കായി പോയി അത്, ആ ഒരു ഇത്. തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളിതേ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
സിജോ ചേട്ടൻ ഔട്ടായെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നല്ല രീതിയിൽ കളിച്ചിരുന്ന ഒരാളാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗെയിമിൽ നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു. ആക്സിഡന്റിന് ശേഷമാണ് ചേട്ടൻ കുറച്ച് കൺട്രോൾ ആയിട്ടാണ് ഡയലോഗുകളൊക്കെ സംസാര രീതികളൊക്കെ വന്നോണ്ടിരുന്നത്. പക്ഷെ ഔട്ട് ആവേണ്ട എന്നായിരുന്നു എന്റെ അഭിപ്രായം. ഇല്ല, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരെന്ന് വെച്ചാല് ഓവർ ആക്ടിങ്, ഓവർ ക്യൂട്ട്നെസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഓവറായിട്ടാണ് എല്ലാം ചെയ്യുന്നത് നോക്കിയത്. പക്ഷെ നമ്മുടെ ഒരു സാധാരണ രീതിയിൽ സാധാരണക്കാരനെ പോലെ ഒരാളായിട്ടാണ് സിജോ ചേട്ടനെ എനിക്ക് തോന്നിയത്. അപ്പോ സിജോ ചേട്ടൻ ഔട്ട് ആയണ്ടെന്നായിരുന്നു എന്റെയും അഭിപ്രായം. അല്ലല്ല, ശരിയാ, നല്ല രീതിയിലുള്ള ഗെയിമൊന്നും കളിച്ചിട്ടല്ല ആരും ടോപ്പ് 5 എത്തിയിരിക്കുന്നത്. അപ്പോ ഔട്ടായത് അൺഫെയർ എവിക്ഷനായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. നമ്മൾ 24 ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ അയൽവാസിയുമാണ് സിജോ ചേട്ടൻ. അപ്പം പലതും ജാസ്മിന് വേണ്ടിയിട്ട് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരിക്കലും സിജോ ചേട്ടൻ ഔട്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ലായിരുന്നു. ടോപ്പ് 5 എത്തേണ്ട ആൾ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും പിന്നെ ഔട്ടായെന്ന്? വോട്ട് കുറഞ്ഞുകൊണ്ടാണ്? വോട്ട് കുറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. അവർ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശ്രീധുവൊന്നും അവിടെ ആക്റ്റീവ് പോലും അല്ല, ഗെയിം പോലും നേരെ കളിക്കത്തില്ല, എത്തേണ്ട വ്യക്തിയേ അല്ല. പക്ഷേ എല്ലാ സീസണിലും വെച്ച് ഏഷ്യാനെറ്റിൻ്റെ ഒരു പുത്രി അല്ലെങ്കിൽ ഒരു പുത്രൻ എല്ലാ സീസണിലും കാണും. അതുപോലെ എനിക്ക് തോന്നിയത്. ഇപ്പം അതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീധുവാണ് ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലുള്ളത്. അത് കാരണം പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്.